ന്യൂസ് 16 കേരള. സിന്ധു നദീജല കരാർ റദ്ദാക്കി. ജമ്മു കാശ്മീരിലെ മിറ്റജലം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ത്യയുടെ പദ്ധതി. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടിപ്പോയി, റീപാക്കിംഗ്? എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്രൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഏപ്രിൽ 22-നുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ IWT ഇന്ത്യ റദ്ദാക്കി. ഇതിനു പിന്നാലെ ജമ്മു കാശ്മീരിൽ നിന്നുള്ള അധിക ജലം രാജ്യത്തെ മറ്റു വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു പുതിയ പദ്ധതിക്ക് രൂപം നൽകുന്നതായി റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം വഴിതിരിച്ചുവിടുന്നതിനായി 113 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു കനാൽ നിർമ്മിക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി. ജമ്മു കാശ്മീരിൽ നിന്ന് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ വരൾച്ച ബാധിത സംസ്ഥാനങ്ങളിലേക്ക് ഈ കനാൽ വഴി വെള്ളമെത്തിക്കും. ജനാബ് നദിയെ രവി, ബിയാസ്, സത്ലജ് നദീവ്യൂഹവുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പദ്ധതി. 3 വർഷത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ജമ്മു കാശ്മീരിലെ ജലവിഭവ മാനേജ്മെന്റിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. സിന്ധു നദീതടത്തിലെ ഇൻഡസ്, ജലം, ജനാബ് എന്നീ 3 പടിഞ്ഞാറൻ നദികളിലെ അധിക ജലം പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഈ നദികളിലെ ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുകയാണ്. എന്നിരുന്നാലും ഈ പദ്ധതി പാരിസ്ഥിതികവും നിയമപരവുമായ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കനാൽ നിർമ്മിക്കുന്നതിലൂടെ ജമ്മു കാശ്മീരിലെ ദുർബലമായ ഹിമാലയൻ പരിസ്ഥിതിക്ക് കോട്ടം സംഭവിക്കുമെന്നും സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ഇത് ദുർബലപ്പെടുത്തുമെന്നും ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ഈ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ വെള്ളം പഞ്ചാബിലേക്കോ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തങ്ങൾക്ക് വെള്ളം ആവശ്യമുള്ളപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ സഹായിച്ചിട്ടില്ലെന്നും ആദ്യം തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടിക്ക് പിന്നാലെ പാകിസ്ഥാൻ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. വെള്ളം തടയുന്നതോ വഴിതിരിച്ചുവിടുന്നതോ യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്നും പൂർണ്ണ ശക്തിയോടെ പ്രതികരിക്കുമെന്നും പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സിന്ധു നദീ ജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കിയിരുന്നു. സിന്ധു നദീ ജല കരാർ റദ്ദാക്കിയതിലൂടെ പടിഞ്ഞാറൻ നദികളിൽ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിലുള്ള നിയന്ത്രണങ്ങൾ നീങ്ങുകയും ജലവൈദ്യുത പദ്ധതികൾക്ക് ഇത് വഴിയൊരുക്കുകയും ചെയ്യുമെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.